സ്വാഗതം. ഷൈദ വിജയ, മേ ഹെൽപ് യു? ഹലോ. യെസ്, പറയൂ സർ. മലയാളം അറിയാം നിങ്ങക്ക്? അറിയാലോ. പിന്നെ ഞങ്ങക്ക് ഇതിപ്പോ നാട്ടിലേക്ക് വിളിക്കുമ്പോഴേക്കില്ല ഈ പൈസ കൊറേ പോകുന്നു, എന്ത് സംഗതി അറിയുന്നില്ല. നാട്ടിലേക്ക് വിളിക്കുമ്പോ 2 ദിറംസ് 40 ഫീൽസും ആണ്. അപ്പൊ പിന്നെ അങ്ങനെ അല്ലാഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ 30 പൈസ ബാക്കി ഉണ്ടെങ്കിൽ പോകുന്നുണ്ടായല്ലോ. അതിപ്പോ ഇന്ന് മെഞ്ഞാന്ന് വേറൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് 2 ദിറംസ് 40 ഫീൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റു കോളിലേക്കെല്ലാം എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ എനിക്കിപ്പോ ബഷീറിനാമിട്ട് വിളിക്കണമെങ്കിൽ വഞ്ചി തന്നെ ഇത്തിസല തന്നെ എങ്ങനെ വേറെ ഇവിടുന്ന് വിളിക്കുകയാണെങ്കിൽ 30 പൈസ മതി. അതന്നെ ഇപ്പൊ എന്റെ ചങ്ങായിമാരിലെല്ലാം ഫോൺ ഉണ്ട് ഇവിടെ ഇതുപോലെ തന്നെ. അപ്പൊ അതിലേക്ക് വിളിക്കാനും 2 രൂപ പോവോ? ഇല്ല, അതിൽ വിളിക്കാൻ 30 ഫീൽസ്. എത്ര? 30 പൈസ. അല്ല വേറെന്തോ പറഞ്ഞല്ലോ, 30 ഫീൽസ്. ഫീൽസ് എന്ത്? അത് ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ. അപ്പോ പിന്നെ എന്റെ ഇപ്പൊ ബലമായ സംശയം എന്തെന്നറിയോ, ഇന്നലെ 1 രൂപ 40 പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 1 രൂപ 40 പൈസ ഉണ്ടെങ്കിൽ പിന്നെ നാട്ടിലേക്ക് കോളേജിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. ആദ്യം പോയത് ഇപ്പൊ അതന്നെ ഞാൻ പറഞ്ഞോർന്നേ. ഇപ്പൊ ഈ 2 മണി തൊട്ട് 4 മണിയോളോ നിങ്ങൾ എന്തോ പറയലുണ്ടല്ലോ ഇതിനെ കുറച്ചോ പാതി പൈസ. അപ്പൊ പാതി പൈസ ഇപ്പൊ ക്യാൻസൽ ചെയ്യാ? ഇല്ല, പാതി പൈസ ഉണ്ടല്ലോ ഇപ്പോഴും. ഇപ്പൊ 2 മണി മുതൽ 4 മണിയോളോ എങ്ങനെ? അത് 1 ദിറംസ് 89 പൈസയോ. അതെന്ത് ഇപ്പൊ ഇത്ര പെട്ടെന്ന് വില കൂട്ടിയെന്ത്? വില കൂട്ടിയിട്ടൊന്നുമില്ല, ആദ്യം ഇങ്ങനെയായിരുന്നു. അല്ലപ്പാ 2 രൂപ 40 പൈസ ഒന്നും ഉണ്ടായിട്ടാലോ. അത് പിന്നെ അത് ഇപ്പൊ മുതലേ തുടങ്ങിയതാ സർ. പൈസ വില കൂട്ടിയതൊന്നുമല്ല, അത് ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് 30 പൈസ ഉണ്ടെങ്കിൽ മിസ് കോൾ അടിക്കായിരുന്നു. പിന്നെ ഹലോ, പിന്നെ ഇപ്പൊ ഈ വേറെ ഇപ്പൊ ഞാനിപ്പോ വേറെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളോട് വിഷയം പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് വിഷയം പറയുന്നുള്ളത്. അപ്പൊ എനിക്കിപ്പോ വേറെ ഒരാൾ വിളിക്കുമ്പോൾക്ക് ഈ ഫോണിൽ ഇങ്ങനെ ഇത് കാണിക്കുന്നല്ലോ ഇപ്പൊ വേറെ ആൾ വിളിക്കുന്നുള്ളതിനെ. എന്തോ അതിനെ പറയുന്നു, എന്തോ ഒരു ഓണാക്കി എന്ത് അതന്നെ. അപ്പൊ അതിനെ ഓണാക്കി വെക്കാൻ എന്താക്കണോ? അത് ഓണാക്കണോ? ഈ സെയിം മൊബൈൽ തന്നെയാ വേണ്ടത്? എന്റെ മൊബൈൽ തന്നെ, പിന്നെ വേറെ ആളെ മൊബൈലിലാക്കിയെങ്കിൽ എങ്ങനെ? ഇതെന്റെ മൊബൈല്. ഹലോ സാറിന്റെ മൊബൈൽ അഡ്വാൻസിലല്ലേ ഇത്? അല്ല എന്നെ നോക്കിയാ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് *43 മലയാളത്തിൽ പറയും, ഇംഗ്ലീഷ് അറിയാലോ. *43 എന്റെ *43 പിന്നെ ലാസ്റ്റ് നക്ഷത്രം. മറ്റേ ഫസ്റ്റ് മറ്റേ ഇത് പിന്നെ 43 പിന്നെ ഒരു സ്ക്വയർ കാണില്ലേ 9 നമ്പറിന്റെ അടിയിൽ? 9ന്റെ അടിയിൽ മറ്റേ എന്തോ മുകളിൽ 2 പേര് താഴെ 2 പേര്. അതന്നെ, മുകളിൽ 2 പേര് താഴെ 2 പേര്. അതാ അതന്നെ, അത് പ്രസ് ചെയ്യാ, പിന്നെ വിളിക്കുക. അതന്നെ ഇപ്പൊ സ്റ്റാർ. അപ്പൊ ഇനി എന്തെങ്കിലും ഇതാ മിറ്റ് കൊടുക്കും നിങ്ങൾ പൈസ മിറ്റ് തന്നെ? പൈസ ഒന്നുമില്ല, ഫ്രീ ആണ്. അതെ, ഒന്നും കൂടി പറഞ്ഞാൽ എന്തല്ലോ? *43 *43 അതന്നെ സ്റ്റാർ. 9ന്റെ അടിയിലുള്ള 2 വരെയൊക്കെ അതന്നെ സ്റ്റാർ ഞാൻ പറയുന്നേ. പിന്നെ 4 തൊട്ട് 3 അടിക്കണം അല്ലേ? അതെ അല്ല, അതന്നെ 4 പ്രാവശ്യം 3 അടിക്കണം. അയ്യോ വേണ്ട. പിന്നെ 4 3 ഹലോ സ്റ്റാർ അടിക്കുക, പിന്നെ നമ്പർ 4. അങ്ങനെ നമ്പർ 43 പിന്നെ ഹാഷ് അടിക്കുക. പിന്നെ 9ന്റെ അടിയിൽ 2 വരെയില്ലേ? അതല്ലേ? അതെ. അപ്പൊ പിന്നെ ഈ വേറെ മറ്റേ ഇതുണ്ടല്ലോ, ഈ എന്തിപ്പോ അതിനെ പറയുന്ന ഈ എനിക്കിപ്പോ ഈ ആവുന്നതിൽ എന്റെ ചങ്ങായി ഉണ്ട് കതീറയിലിട്ട്. ഹലോ, പറയൂ സർ. അപ്പൊ എനിക്ക് എന്തിപ്പോ ഇന്റർനെറ്റ് എല്ലാം എടുത്ത് തന്നെ? ഇന്റർനെറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ മൊബൈലിൽ? ഉണ്ട് അല്ല. അപ്പൊ അതിനെ ഇപ്പൊ ഓണാക്കിട്ട് വെക്കുന്ന എങ്ങനെ? ഓണാക്കി വെക്കുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു സെറ്റിംഗ്സ് അയച്ചു തരാം, അത് മൊബൈലിൽ സേവ് ചെയ്യാം. അപ്പൊ ഇത് ആക്കുന്നെന്തിൽ കൊറിയറിലോ? ഹലോ സർ. അത് ഞാൻ ഇവിടുന്ന് ഒരു സെറ്റിംഗ്സ് അയച്ച് അത് മൊബൈലിൽ സേവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മൊബൈൽ ഇന്റർനെറ്റ് കണക്ട് ആയിക്കോളും. അല്ല, എന്താ ആക്കുന്നത്? ഇപ്പൊ കൊറിയർ അയക്കുന്നതാ? കൊറിയർ അല്ല, മൊബൈലിൽ മെസ്സേജ് ആക്കുന്നയാ? അതെ. ആയി. അപ്പൊ പിന്നെ വേറൊന്നുമില്ല. ഓക്കെ, വേറൊന്നുമില്ലല്ലോ.
ഇല്ല ഇല്ല. Thank you for calling the slot. Have a nice day. Bye bye. Okay, thank you.